റീസെൻ്റ്ലി നമ്മുടെ അടുത്തൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലീൻ ചെയ്യാനുള്ള മെഷീൻ. ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഉപയോഗിക്കുന്ന കെമിക്കലുകളെല്ലാം ഇതിൽ നിന്ന് അത് റിമൂവ് ചെയ്യും. മാക്സിമം ബ്യൂട്ടി സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ കൂടുതലും സലൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും സലൂണിലെ നമ്മുടെ പ്രവർത്തനം കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യാറ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ അടുത്തൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സലൂണിലെ ഹൈജീനിക് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും സ്റ്റെറിലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ബ്ലോ ബ്രഷ്. ഇത് കണ്ടല്ലോ, ഈ ഒരു സംഭവമാണ് ബ്ലോ ബ്രഷ്. ഇത് നിങ്ങളറിയാം, പലപ്പോഴും നമ്മൾ ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും നമ്മളുടെ എന്ത് കാര്യത്തിനും ഹെയറുമായി ബന്ധപ്പെട്ട് മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ അത് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ അതിന് ഉള്ളിലേക്കാണെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്പ്രേ അടിക്കും, അതിൽ പോയി ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഹെയർ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് കുറേ ഹെയർ അതിൻ്റെ ഉള്ളിൽ ചുറ്റും. അപ്പോൾ അത് നമ്മൾ എത്ര പറിച്ചെടുത്താലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാനുവലി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് ക്ലീൻ ആവാറില്ല. കസ്റ്റമർക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു അടിപൊളി സൊല്യൂഷൻ, ഒരു അടിപൊളി മെഷീൻ നമ്മുടെ ഹെയർ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ എത്ര പഴകിയ ബ്ലോ ഡ്രൈ മെഷീൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിനെ പുതിയതുപോലെ ആക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ആ മെഷീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറയാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആളുകളാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും. ഒപ്പം തന്നെ നമ്മളുടെ വീഡിയോസ് നിങ്ങളുടെ ലൈക്ക് കൂടുന്നതനുസരിച്ച് യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക് അത് സജസ്റ്റ് ചെയ്യുകയും എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണല്ലോ നമ്മളുടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉപകാരമാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇനി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലീൻ ചെയ്യാനുള്ള മെഷീൻ. ഇതിനുള്ള നിങ്ങളീ കാണുന്നത് പോലെ ഞാൻ ഇതൊന്ന് തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ മെഷീൻ. നല്ലൊരു കോഡ്, ആ കോഡിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഒപ്പം ഇവിടെ നിങ്ങൾക്കത് ഓണാക്കാനുള്ള പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 3 സ്വിച്ചുകളുണ്ട്. അതിൽ സ്വിച്ചല്ല, 2 സ്വിച്ചും ഒന്ന് ഒരു അത് ഓണായി എന്ന് അറിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററുമാണ്. ഇത് നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള കണ്ടെയ്നറാണ്. ഈ വെള്ളം ഒഴിച്ച് ഈ വെള്ളം സ്റ്റീമായിട്ട് വന്നിട്ടാണ് നമ്മൾ ബ്രഷ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. അത് ഒഴിക്കാനുള്ള ഒരു നമ്മളെന്താ പറയുക, നാടൻ ഭാഷയിൽ കുനിയിൽ എന്ന് പറയും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കാനുള്ള വെള്ളം ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഡീമിനറലൈസ് ചെയ്തായിരിക്കണം. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെയിൻലി ഇതിലാണ് അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുക. നമുക്ക് ആദ്യം തന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇത് നമുക്കിവിടെ ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്രഷ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബ്രഷ് സെറ്റ് കൂടി എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഈ ബ്രഷ് സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഏത് വലിപ്പത്തിലുള്ളതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 90-ൻ്റെ ബ്രഷാണ്. നമുക്ക് 25 ഉണ്ട്, 32 ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിതിൽ ഓണാക്കിയിട്ട് ഈ ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഈ ഞാൻ നേരത്തെ കാണിച്ച ഈ ബ്രഷ് കറങ്ങുന്നതിലൂടെ ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റും നമ്മൾ ആ ഇരിക്കുന്ന മുടി നാരുകളും ഒപ്പം തന്നെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളോട് അടിഞ്ഞുകൂടിയ ആ കെമിക്കലും നമ്മളുടെ ഉപയോഗിക്കുന്ന കെമിക്കലുകളെല്ലാം ഇതിൽ നിന്ന് അത് റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ നേരെ വന്നിട്ട് ഇതിനുള്ളിലൊരു കണ്ടെയ്നറാണ്. ഇത് നമുക്ക് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കളയാൻ പറ്റും. കംപ്ലീറ്റ് കണ്ടെയ്നറും ഇതിൻ്റെ ഉള്ളിൽ ഈ കണ്ടെയ്നറിലേക്കാണ് ഈ വേസ്റ്റുകൾ വന്ന് വീഴുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ക്ലീനിങ്ങിന് ശേഷം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടോപ്പ് ഇത് മാഗ്നറ്റാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റീം ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറിയിട്ട് അത് പിന്നെ എവിടെ കിടക്കുന്നുള്ള പേടി വേണ്ട. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മെഷീൻ്റെ ഈ അടിഭാഗത്ത് ആ വെള്ളം സേവ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അത് നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇതിൽ വന്ന് സേവ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കഴിയുമ്പോൾ എടുത്തിട്ട് മാറ്റിക്കളയാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ MRP വരുന്നത് 18,500 ആണ്. പക്ഷേ എല്ലാ പ്രൊഡക്റ്റ് പോലെ തന്നെ ഇതിനും നമ്മളുടെ ഇവിടെ വരുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്.
ആ ഡിസ്കൗണ്ട് എത്രയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ജോസ് ജംഗ്ഷനിലുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ 725 മാക്മിഡ് ബ്യൂട്ടി സ്റ്റോറിൽ വന്നാൽ മതി. ഇത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഷോപ്പിലും മറക്കണ്ട, അവിടെയും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾ എവിടെ വന്ന് മേടിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഒപ്പം തന്നെ നമ്മൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ ഈ പ്രൊഡക്റ്റ് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോസ് ഇങ്ങനെ വരും. ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.